യോഗിമാരുമായി ചെന്ന് യാഗരക്ഷ ചെയ്തു പിന്നെ വില്ലൊടിച്ചു സീതയെ ഭരിച്ച രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. താതൻ തൻ്റെ ആജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു പൊക്കു രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചാരനായി വന്നണഞ്ഞ മാനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഭിക്ഷുവായി വന്നണഞ്ഞ ദുഷ്ടനായ രാവണൻ ലക്ഷ്മിയെയും കൊണ്ടുപോയി രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. കിന്നയായ ശോകവനം തന്നിൽ വാണദേവിയെ ചെന്നു കണ്ടു വായുപുത്രൻ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. വാനരപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ നിഗ്രഹിച്ച രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പുഷ്പകം കരേറി സീതാ ലക്ഷ്മണ സമേതനായി തുഷ്ടി പൂണ്ടയോധ്യ ചേർന്ന രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പത്മനാഭ പരമപുരുഷ ഭക്തി മുക്തിദായക പങ്കജാക്ഷ ആദിനാഥ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നാരദാദിസേവിതാ കൃപാലയാ നമോസ്തുതേ വാരിജാസനാദിവന്ദ്യ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചക്രധാരി വാസുദേവ മാധവ ജനാർദ്ദന ചക്രസോദരാച്യുത മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം.
രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ് ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതേ നമഃ ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസാ കൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണം ശരണം പ്രപദ്യേ ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം അർജനം ഭവബീജാനം ആർജനം ഗുണസമ്പദാം തർജനം യമദൂതാനം രാമ രാമേതി ഗർജനം രാമ രാമേതി ഗർജനം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. കണ്ണാടി പൂക്കോട് ശ്രീ ഭദ്രകാളി നാഗയക്ഷി നാഗപ്രതിഷ്ഠയുള്ള ഈ പവിത്ര ക്ഷേത്ര സന്നിധിയിൽ മുൻപൊരിക്കല് ഭാഗവത സപ്താഹം ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. 2-3 തവണ ഇവിടെ ഞാൻ വരെയുണ്ടായി. മൈഥിലി ഠാക്കൂർ
അവരുടെ കൂടെ വരാൻ സാധിച്ചു. പിന്നീട് ഞാൻ വീണ്ടും ഉത്സവ സമയത്ത് ഇവിടെ വരാൻ സാധിച്ചു. പക്ഷെ സപ്താഹ രൂപത്തിൽ വീണ്ടും ഈ ഒരു രാമായണ സപ്താഹമായിട്ടാണ് ഞാൻ വീണ്ടും വരുന്നത്. ഇവിടെ നമ്മൾ ഇനി മുതൽ 7 ദിവസം, ഇന്ന് മുതൽ 8 ദിവസം നമ്മൾ രാമായണം കേൾക്കുന്നു, മധുരമായി കേൾക്കുന്നു. രാമായണത്തെ മധുരമായി, വളരെ മധുരമായി ആലപിക്കാൻ കഴിവുള്ള വളരെ 2 ആചാര്യന്മാർ നമ്മുടെ കൂടെയുണ്ട്. ആദരണീയനായ ശ്രീ ശശീന്ദ്രൻജി, അദ്ദേഹം ബോംബെയിലായിരുന്നു കുറേ കാലം, റെയിൽവേയിലായിരുന്നു. അവിടെ നിന്നെല്ലാം പോകുന്ന അദ്ദേഹം ഇപ്പോൾ ഫുൾ ജീവിതം ഒരു ആധ്യാത്മിക ജീവിതത്തിലാണ്. ഭാഗവതവും രാമായണവുമായിട്ട് അദ്ദേഹം ധാരാളം നടത്തിയിട്ടുണ്ട് സപ്താഹം. സ്വന്തം നടത്തുന്ന ഒരു ആചാര്യനാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ പഴയ ബന്ധത്തിന്റെ പേരിൽ ഇങ്ങനെ കൂടെ കൂടുന്നു എന്ന് മാത്രം. വളരെ മധുരമായിട്ട് രാമായണത്തിനെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ആലപിക്കാൻ കഴിയുന്ന മധുര ശബ്ദം കൊണ്ട് അനുഗ്രഹീതനാണ് ആദരണീയനായ ശ്രീ ശശിജി. നമ്മുടെ പവിത്രമായ പമ്പയുടെ തീരത്താണ് അദ്ദേഹത്തിന്റെ വീട്. അതുപോലെ തന്നെ ശ്രീ ഉഷ, അവരും ഇവിടെ നിങ്ങളുടെ നാട്ടുകാരിയാണ്, പാലക്കാടുകാരിയാണ്. കുറേ കാലം അവരും ജാംഷഡ്പൂരിലായിരുന്നു അവരുടെ ജീവിതം. ധാരാളം അവരും ഉപാസകയാണ്. കൂടെ ഭർത്താവും കൂടെ വന്നിട്ടുണ്ട്, 2 പേരും. അവരും നമ്മുടെ കൂടെ പാരായണത്തിലുണ്ട്. അഷ്ടപതി എനിക്ക് തോന്നുന്നു കുറേ ബൈഹാർട്ടാണ്. അതുപോലെ 100ഓളം രാഗത്തിൽ നാരായണീയത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ആചാര്യം കൂടിയാണ്. അത്ര കഴിവുള്ള 2 പ്രതിഭകളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പം ഇവിടുത്തെ ഈ രാമായണ സപ്താഹത്തെ ധന്യമാക്കാൻ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ശ്രമിക്കാം. നമുക്ക് ഇടയ്ക്ക് നിങ്ങൾക്കും കൂടെ പാരായണം ചെയ്യാം. രാമായണം പാരായണം ചെയ്യുന്നത് തന്നെ മനസ്സിനെ പവിത്രീകരിക്കും, ശുദ്ധീകരിക്കും, ശാക്തീകരിക്കും, ദൈവീകമാക്കും. ഇന്ന് കാലം വളരെ പുരോഗതി പ്രാപിച്ചു വരിക. ഇവിടെ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ അങ്ങ് ഡൽഹിയിലെ പാറ്റകൾ സമരത്തിലാണ്. എല്ലാവരും പാറ്റകൾ നടപ്പെടുന്ന കുട്ടികളെ വിളിക്കുന്നത്. അവരുടെ ജീവിത ചില പ്രശ്നങ്ങളിൽ അവര് കേന്ദ്ര ഗവൺമെന്റിനോട് ഉത്തരം ചോദിക്കുന്നു, രാജി ചോദിക്കുന്നു. നീറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത് സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ. അപ്പൊ അതും ഇതുമായിട്ട് എന്തിനാ കൂട്ടിച്ചേർക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് അല്ല, അതിലെ സംവിധാനങ്ങളാണ്. പക്ഷെ അവർക്ക് മന്ത്രിയുടെ രാജി വേണം. ഇതുപോലെയാണ് രാമന്റെ ജീവിതത്തിലും. താൻ ചെയ്യാത്ത തെറ്റിന് രാമന് കാട്ടിപ്പോകേണ്ടി വന്നു. അപ്പൊ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടും. 21ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം രാമസംസ്കാരമില്ലാത്ത കുട്ടികളെയാണ് വളർത്തിയത്. ഒരു നീറ്റ് എക്സാമിനേഷൻ കൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും നീറ്റ് എഴുതാം, നീറ്റ് പാസ്സാവും, നീറ്റിലൂടെ മെഡിക്കൽ പ്രൊഫഷനിൽ സക്സസ് ആവുന്നൊന്നും എഴുതിയവിടെ വെച്ചിട്ട്. അപ്പോ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും പരീക്ഷകളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും കടന്നു വരും. അതിനെ നമുക്ക് നേരിടാൻ സാധിക്കും. അതിന് നേരിടാനുള്ളൊരു കഴിവ് മനുഷ്യർക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് രാമായണം. അപ്പൊ നിങ്ങൾ ഈ രാമായണം കേൾക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, രാമായണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളെ അതിൽ പ്രതിഷേധിക്കാതെ, അതിൽ വിഷമിക്കാതെ, അതിൽ തളരാതെ അതിനെ കടന്നു പോവാനുള്ള ഒരു ത്യാഗമനസ്സ്, ക്ഷമയുടെ മനസ്സ്, സഹനശക്തിയുടെ മനസ്സ്, ഉജ്ജ്വല മനസ്സ് നൽകിയെടുക്കുക. രണ്ടാമത്, നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈ മനസ്സിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സാധിച്ചാൽ നിങ്ങൾ രാമ അയനം. ഈ രാമ അയനം എന്നത് കേവലം ഒരു ചരിത്രത്തിലെ രാമനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നിയത്, ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പൊ എനിക്ക് ഒരു ദിവസം വൈകുന്നേരം ഫ്രീ സമയം.
എന്നെ ഏറെ സ്വാധീനിച്ച ഒരു മൂവി ഡയറക്ടറാണ് ക്രിസ്റ്റോഫർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ. അപ്പൊ അദ്ദേഹം ഇപ്പൊ അടുത്ത കാലത്ത് ഒരു മൂവി ഇറക്കി, ഒഡീസി എന്ന് പറഞ്ഞൊരു മൂവി. അത് ഇംഗ്ലീഷ് നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോവലല്ല, ഒരു കാവ്യത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു പുസ്തകമാണ് ഒഡീസി. അതായത് ഗ്രീക്ക് ഹോമറിന്റെ ഒഡീസി എന്നൊരു കാവ്യം 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കൃതിയാണ്. അതിനെ ആസ്പദമാക്കി പല മൂവികളും പലരും എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ക്രിസ്റ്റോഫർ നോളൻ എന്ന് പറയുന്ന ആള് ഒഡീസി എന്ന് പറയുന്നൊരു മൂവി. അപ്പൊ ഞാനിത് ഇറങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ റിവ്യൂസ് ഇങ്ങനെ വായിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. അതാണെങ്കിൽ അദ്ദേഹം തയ്യാറാക്കിയ ഇത് മൂവി കാണേണ്ട തിയേറ്റർ എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈഫൈ തിയേറ്ററാണ്. ആ സിനിമ ഞാൻ കണ്ടു, എനിക്കിത് കാണണം എന്നുള്ളൊരു മോഹം കൊണ്ട് ഞാൻ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ഏറെ ആദരവ് തോന്നിയത് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഹോമറിന്റെ ഒഡീസി. അതിലെ ഒഡീസസ് എന്നൊരു കഥാപാത്രം, പിന്നെ അതിൽ വരുന്ന പല കഥാപാത്രങ്ങളും രാമായണവുമായി ഏറെ സാമ്യമുള്ള കഥാപാത്രമാണ്. അപ്പൊ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ രാമായണം ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഹോമറെ സ്വാധീനിച്ചത് കൊണ്ടാണ് ഒഡീസി എഴുതിയത്. കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നവരുന്നുണ്ട്, ഈ ട്രോജൻ വാർ എന്ന് പറഞ്ഞത്. അതിലൊരു കുതിരയുടെ ഉള്ളിൽ കയറി, മരം കൊണ്ടുണ്ടാക്കിയ കുതിരയുടെ ഉള്ളിൽ കയറി അങ്ങനെ ഒരു യുദ്ധത്തിൽ ഈ ഒഡീസസ് ഒക്കെ ജയിക്കുന്ന ഒരു കഥയാണത്. പിന്നെ ഒരു 10 ദിവസം കൊണ്ട് തിരിച്ചു വരേണ്ട ഒരു യാത്ര ചില അപകടങ്ങളിൽപ്പെട്ട് 10 വർഷം എടുത്തു. അപ്പം ഒഡീസി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ അർത്ഥം പറയുന്നതിനെ ദീർഘനാളത്തെ യാത്ര, രാമ അയനം. ആ പേര് തന്നെ പറയുമ്പോൾ തന്നെ രാമന്റെ യാത്ര. അപ്പൊ ഞാനത് എന്തിനാ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അറിയണം നമ്മുടെ ഭാരതത്തിന്റെ മൂല്യം എത്രമാത്രം ലോക സാഹിത്യത്തെ തന്നെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം വലിയ ഒരു രാക്ഷസൻ, കുംഭകർണനെ പോലുള്ള ആള്. അതുപോലെ നിങ്ങൾക്ക് അതിൽ മാരീചനെ കാണാം. അതുപോലെ തന്നെ ഈ ഒഡീസസ് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നി കാത്തിരിക്കുകയാണ്. അപ്പം ആ പത്നിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇക്കാത്ത എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവാൻ ഈ ഒഡീസസിന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി കുറെ യുവ രാജാക്കന്മാരൊക്കെ വരികയാണ്. അപ്പൊ അവരതിന് ഈ ഒഡീസസ് മരിച്ചു എന്നാണ് വിചാരം. പക്ഷേ ഒഡീസസ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനവര് ഒരു മത്സരം വെക്കുകയാണ്. എന്താ മത്സരം എന്ന് പറയും, ആരാണോ അന്നൊക്കെ അസ്ത്രങ്ങളാണ്, ഈ അസ്ത്രത്തിന്റെ കടിഞ്ഞാൺ വലിച്ചു കെട്ടുന്നത് അവർക്ക് മാത്രമേ എന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ. നിങ്ങൾ സീതയുടെ കല്യാണം നോക്കും, നിങ്ങൾ അവസാനം ഒഡീസസ് അത് ഉറുക്കി കെട്ടുകയാണ്, അതിന്റെ കടിഞ്ഞാൻ. ബാക്കി ആർക്കും കെട്ടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എവിടുന്ന് ഹോംവർക്ക് കിട്ടിയ ആശയം എന്നത് തീർച്ചയായിട്ടും രാമായണത്തിന്റെ സ്വാധീനം അല്ലാതെ എന്തുള്ളൂ. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇന്നിപ്പോൾ ആ മൂവി വളരെ ഇറങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇന്നിപ്പോ യുവാക്കളുടെ ഇടയിൽ വളരെ സ്വാധീനമുള്ള ഒരു മൂവിയാണ്. ഇറങ്ങിയപ്പോഴേക്കും 100 കോടി ബഡ്ജറ്റിലേക്ക് വന്നു കഴിഞ്ഞു ആ മൂവി, ലോകം മുഴുവൻ. അപ്പം അതിൽ ഈ ക്രിസ്റ്റോഫർ നോളൻ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം രാമായണത്തിന്റെ സ്വാധീനമുണ്ട് എന്നൊരു കാര്യമാണ്. അപ്പൊ രാമായണത്തിന് എത്രമാത്രം സ്വാധീനം ലോകത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ തലമുറകൾ തിരിച്ചറിയണം. അപ്പൊ അതിന് ചരിത്രപരമായ ഒരു ഭാഗമുണ്ട്. വേറൊരു ഭാഗം എന്തിനാണ് രാമായണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിനെ രാമ അയനമാക്കി മാറ്റുക. രാമ അയനമാക്കുക. രാമ അയനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അതിലൊന്നും തളരുകയോ പതറുകയോ കരയുകയോ തളർന്ന് പോവുകയല്ല, അതിനെല്ലാം നമുക്ക് നേരിടാനുള്ള ഒരു ശുഭാപ്തി വിശ്വാസമല്ല, അത് നമ്മൾ പരിശീലിച്ച് എടുക്കണം. എന്ത്, നമുക്കതിനെ നേരിടാനുള്ള ഒരു മനസ്സിനെ, രാമ മനസ്സിനെ നേരിടണം. അപ്പൊ ഈ രാമ മനസ്സെന്ന് പറയുന്നത് എന്താണ്? അതിനാണ് നമ്മൾ രാമമന്ത്രം ചൊല്ലുന്നത്. ഇപ്പൊ രാമമന്ത്രം ചൊല്ലുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഇന്ന് ഞാൻ പറയുന്നതൊക്കെ നമുക്ക് മെഡിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഒരാള് രാമ 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 എന്ന് ആവർത്തിക്കുമ്പോൾ
മനസ്സ് രാമ 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 ആവർത്തിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആ അക്ഷരങ്ങൾ തന്നെ നോക്കൂ. രാ 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 മ രാ മ രാ മ. അപ്പൊ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു വികാസവും ആ വികാസത്തോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഊർജം നമ്മുടെ മനസ്സിലേക്ക് ആകർഷിക്കപ്പെടും. എനർജി മനസ്സിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ അബ്സോർബ് ചെയ്യപ്പെട്ട ഒരു മനസ്സ് രാമ എനർജി കൊണ്ട്, ശക്തി കൊണ്ട് ഊർജവത്കരിക്കപ്പെട്ട ഒരു മനസ്സ് അതൊരിക്കലും തളരുകയില്ല. അത് നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ഇടയ്ക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് അതിന് വേറൊരു വഴി, വഴി എന്ന് പാർവതീദേവി പരമശിവനോട് ചോദിക്കുമ്പോൾ ചോദ്യം ഇതാണ്. പാർവതി ഉവാച. നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം പുസ്തകം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. കേനോപായേന ലഘുന വിഷ്ണോർനാമ സഹസ്രകം പഠ്യതേ പണ്ഡിതേർ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭു. എപ്പോഴും വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനസ്സിനെ ശക്തിപ്പെടുത്താൻ എന്താ വേറൊരു വഴി എന്ന് ചോദിച്ചപ്പോൾ പരമശിവൻ അതിന് ഉത്തരം പറയുന്നത് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമനാമം അതിനത്രയും ഒരു മഹത്വം. അതുകൊണ്ട് കലിസന്ധരണോപനിഷത്തിൽ ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറയും, ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അതുകൊണ്ട് അതിനെ മഹാമന്ത്രമെന്നും അതിനെ മൂലമന്ത്രമെന്നൊക്കെ പേരിട്ടു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് പറ്റിയ അപജയം പ്രധാനമായിട്ട് മന്ത്രജപ സംസ്കാരം ഹിന്ദു ഭവനങ്ങളിൽ ഇല്ലാതായിപ്പോയി. ജപം എന്നത് ആരും കാര്യമാക്കി. ഇനി ജപിച്ചാൽ തന്നെ അത് വായ കൊണ്ട് നടത്തുന്ന ഒരു എക്സസൈസാണ്. അത് വായ കൊണ്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ആ ഊർജത്തെ അബ്സോർബ് ചെയ്യും. ഇപ്പൊ നമ്മൾ ജനറേറ്റർ എന്തിനാ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീസൽ ഒഴിച്ച് ജനറേറ്റർ ഓൺ ചെയ്യുന്നത് ജനറേറ്ററിലൂടെ ജനറേറ്റ് ചെയ്യുന്ന എനർജിയെ ഇലക്ട്രിക് പവറാക്കി യൂസ് ചെയ്യാൻ. വെറുതെ ഒരു ജനറേറ്റർ ഓൺ ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങൾ സോളാർ എനർജി ഉണ്ടാക്കി, സോളാറിലൂടെ ഇലക്ട്രിക് പവർ ഉണ്ടാക്കി. അത് നിങ്ങൾ ഗ്രിഡായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കണക്ഷനുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഊർജത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ രൂപപ്പെടുത്താൻ പറ്റുന്ന ഊർജത്തെ നിങ്ങളുടെ യൂസിന് ഉപയോഗിക്കുമ്പോഴാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുമ്പോഴാണ് അത് നമുക്ക് ഒരു ഉപകാരപ്പെടുന്നത്, ആണോ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ശരീരത്തിന് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തിയില്ലേ രോഗങ്ങളായി മാറും. ഇതുപോലെയാണ് മനസ്സിന് പ്രതിരോധമുണ്ടാവണം. ഇന്നിപ്പോ മനസ്സിന് പ്രതിഷേധമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്രയോ കുട്ടികൾ പോയി പ്രതിഷേധിക്കുന്നു, നല്ലതാണ്. പക്ഷെ അതേ പ്രതിഷേധിക്കുന്ന മനസ്സിന് പ്രതിരോധവും ഉണ്ടാവും. പ്രതിഷേധം മാത്രമാണെങ്കിൽ പ്രതിഷേധിക്കാൻ 10 ആളുകൾ കൂടെ ഉണ്ടാവും, പക്ഷെ പ്രതിരോധിക്കാൻ കൂടെ ആരുമുണ്ടാകും. നാളെ കുട്ടികളൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അപ്പോഴാണ് ഈ കുട്ടികൾ മനസ്സിലാക്കുക, ഇതിന്റെ കൂടെ 100 ആൾക്കാരുണ്ട്, പക്ഷെ നാളെ എൻ്റെ കൂടെ ആരും ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, സീതാദേവിയുടെയൊക്കെ ജീവിതം എടുത്തു. സീതാദേവിയെ രാവണന്റെ കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവരാൻ അനേകായിരം വാനരന്മാരുണ്ടായിരുന്നു രാമന്റെ കൂടെ. അതേപോലെ തന്നെ രാമന് സഹായകമായിട്ട് രാവണന്റെ സഹോദരൻ വിഭീഷണനുണ്ട്. അവിടുന്ന് കുറച്ച് വേറെയും ആളുകളുണ്ടാവും വിഭീഷണന്റെ സഹായിയായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി സീത ഗർഭിണിയായപ്പോൾ ഒരു അലക്കുകാരന്റെ വാക്കുകൾ കേട്ട് രാമൻ ലക്ഷ്മണനോട് സീതാദേവിയെ മഹാദ്രോഹികളാട്ടോ നിങ്ങൾ മഹാദ്രോഹികളാണ്. സീതാദേവി കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചു. എന്താ വല്ല പട്ടിയെ പൂജയെ കൊണ്ട് ഉപേക്ഷിക്കുന്ന പോലെയാണോ? കൊണ്ട് ഉപേക്ഷിച്ചു. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു വരുന്നു. കാട്ടിലല്ല ഉപേക്ഷിച്ചത്, വാത്മീകി ആശ്രമ പരിസരത്ത് കൊണ്ടുവിടാൻ തന്നെയാ പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ വാത്മീകി മഹർഷി കാണാൻ കാട്ടിൽ എവിടെയെങ്കിലാണ് കൊണ്ട് ഉപേക്ഷിച്ചെങ്കിൽ എങ്ങനെ വാത്മീകി മഹർഷി
വാത്മീകി മഹർഷി GPS പോയി നോക്കൂ. എന്നാന്ന് നോക്കുക, എവിടെയാണ് ഈ സീതാദേവി കിടക്കണം. സീതാദേവി ഒരു കാര്യം ചെയ്യൂ, സീതാദേവിയുടെ കറണ്ട് ലൊക്കേഷൻ അയച്ചോളൂ, ഞങ്ങൾ തപ്പി പിടിച്ച് അങ്ങോട്ട് വന്നോളാം. ഇല്ലേ? ശരിയല്ലേ? അങ്ങനെ സീതാദേവിയെ കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. സീതാദേവിയെ കൊണ്ട് എവിടെയാണ്? വാത്മീകി ആശ്രമ പരിസരത്ത് കൊണ്ടുവിടാനാണ്. അങ്ങനെ ആ സീതാദേവിയെ ആ സമയത്ത് കൊണ്ടുവിടുമ്പോൾ ആരും കൂടെ ഉണ്ടായിരുന്നില്ല സീതാദേവി. അപ്പൊ സീതാദേവി ഒറ്റയ്ക്ക്. അപ്പൊ ഒരു മനോബലം, നല്ലൊരു മനസ്സിനൊരു ശക്തി. മനസ്സിലായില്ലേ? എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, ധർമ്മം ഉണ്ടാവും, എൻ്റെ കൂടെ എൻ്റെ ഗുരുക്കന്മാരുണ്ടാവും, പിതൃക്കളുണ്ടാവും, മാതാക്കളുണ്ടാവും. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല. മനസ്സിലാവുണ്ടല്ലോ? ഈ തരത്തിലുള്ള ഒരു പ്രതിരോധ ശക്തി, പ്രതിഷേധ ശക്തി എല്ലാവർക്കും ഉണ്ട്. ഏത് വേണം പറയൂ? ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്, പ്രതിഷേധിക്കാൻ നമ്മുടെ കൂടെ 100 പേരുണ്ട്, പക്ഷെ പ്രതിരോധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പ്രതിരോധ ശേഷിയില്ലാതെ വെറും പ്രതിഷേധ ശേഷി മാത്രമായി കഴിഞ്ഞാൽ അവസാനം സർവനാശം. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കൈകേയിയുടെ കൂടെ പ്രതിഷേധിക്കാൻ ഒരു പക്ഷെ മന്ദര ഉണ്ടാകും, പലരും ഉണ്ടായിരിക്കാം. പക്ഷേ കൈകേയിക്ക് വിമർശനങ്ങൾ നേരിട്ടപ്പോൾ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായില്ല. ദശരഥ മഹാരാജാവിനെ പ്രതിഷേധിക്കാൻ ഒരു പക്ഷെ ദശരഥന്റെ കൂടെ പലരും നിന്നേക്കാം, പക്ഷെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടാവൂ. ഇത് നമ്മൾ തിരിച്ചത് രാമായണത്തിലൂടെ നമുക്ക് നേടിത്തരുന്നത് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാമമനസ്സ്. രാമമനസ്സെന്ന് പറഞ്ഞാൽ രാമ. എല്ലാവരും ആ ശബ്ദം ഒന്ന് പറയൂ, രാമ എന്നൊക്കെ പറയൂ. രാ എന്നതിന് വെളിച്ചം എന്നാണ്, രാ എന്നതിന് വിവേകം എന്നാണ്, രാ എന്നതിന് പക്വത എന്നാണ്, രാ എന്നതിന് ക്ഷമ എന്നാണ്, രാ എന്നതിന് സഹനശക്തി എന്നാണ്. അല്ലാതെ രാ എന്ന വെറൊരു അക്ഷരം, അത് പ്രകാശത്തിന്റെ, അതായത് വെളിച്ചത്തിന്റെ, വിവേകത്തിന്റെ, ബുദ്ധിയുടെ, സഹനശക്തിയുടെ, ആത്മഫലത്തിന്റെ അക്ഷരമാണ് ഏത്? രാ. മാ എന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പൊ രാമ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രതിരോധ ശക്തിയുള്ളൊരു മനസ്സാണ് രാമൻ. അപ്പൊ അങ്ങനെയുള്ളൊരു മനസ്സാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ മുന്നിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം, ദാമ്പത്തിക പ്രശ്നങ്ങൾ വരാം. ഉദാഹരണം പറഞ്ഞ പോലെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും വരാം. ഒറ്റപ്പെട്ടേക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം, സമൂഹം പല പ്രശ്നങ്ങളും നമുക്കുണ്ടാക്കിയേക്കാം, ഇല്ലേ? അങ്ങനെ പലതും വരുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, നമുക്ക് പ്രതിഷേധിക്കാം, വിഷമിക്കാം, വേദനിക്കാം, ദുഃഖിക്കാം. അതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിഞ്ചിഞ്ചായി തളരുകയും തളർച്ച കുറേ കഴിഞ്ഞാൽ രോഗമാവുകയും. ഇന്ന് നമുക്കറിയാം മനഃശാസ്ത്രം, മനസ്സ് തളരും തോറും അത് മാനസിക രോഗങ്ങളായി മാറും. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്നുള്ളൊരു വാക്ക്, ഇല്ലേ? ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തെ ബാധിച്ചു, ആരോഗ്യത്തെ ബാധിച്ചു. അത് പിന്നീട് മരുന്നുകളിൽ മാത്രം കൊണ്ടെത്തിക്കുന്നുണ്ട്. ആണോ? ഡിപ്രഷൻ വന്നവർ മരുന്ന് കഴിക്കുന്ന ഒരു കാലം നമ്മുടെ മുന്നിലുണ്ട്. ഉണ്ടോ? പറയൂ. അങ്ങനെ തരത്തിൽ നമുക്ക് തളരാം. ഈ ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ മാനസികമായി പ്രതിഷേധിച്ചുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്. എന്നാൽ അതിന് പകരം ഈ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ, പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു രാമ മനസ്സ് എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. 7 ദിവസം നിങ്ങൾ രാമായണം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാവും. നിങ്ങളുടെ മനസ്സൊരു രാമ മനസ്സായി. 7 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ വ്യക്തിയല്ല, കാണുമ്പോൾ പഴയ വ്യക്തിയാണ്. നിങ്ങളുടെ തൂക്കവും നിറവും രൂപവും ഒരു വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഇപ്പൊ രാമായണത്തിന് മുമ്പ് രാമായണത്തിന് ശേഷം എന്നുള്ളത് പണ്ട് ജീവൻ ടോണിന്റെ പരസ്യം പോലെയല്ല. പണ്ട് ജീവൻ ടോൺ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ടായിരുന്നു. അതായത് മെലിഞ്ഞിട്ട് ഒരാള് ജീവൻ ടോൺ കഴിച്ചിട്ട് ഇങ്ങനെ വണ്ണം വെക്കുന്ന ഒരു ചിത്രം. ഇന്നിപ്പോ ജിമ്മുകാരാണ് ഈ പരസ്യം വെക്കുക. അത് എത്ര വലിയ കുടവയറാണ് ഞങ്ങൾ അകത്തേക്ക് ആക്കുന്നത്, ഇല്ലേ? ഇന്നിപ്പോ അങ്ങനെ നിങ്ങളുടെ ഫാറ്റി ബോഡിയെ അവര് വളരെ സ്ലിം ബോഡി ആക്കിയിട്ടൊക്കെ തരും എന്നുള്ള ഇന്നിപ്പം ജിമ്മുകാരാണ് പരസ്യം. ഈ തരത്തിൽ 7 ദിവസം നിങ്ങൾ ഈ രാമായണ സപ്താഹം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എവിടെയാണ്?
എവിടെയാണ്? നിങ്ങളുടെ മനസ്സിലാണ്. അപ്പൊ മനസ്സിന് എന്ത് മാറ്റാണ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ മനസ്സ് രാമ മനസ്സായി മാറും. ഏത് മനസ്സ്? അപ്പൊ ഇപ്പൊ നിങ്ങളുടെ മനസ്സ് രാവണ മനസ്സാണോ? അത് നിങ്ങൾക്ക് അറിയുള്ളൂ, അതെനിക്കറിയില്ല. പക്ഷെ രാമ മനസ്സായി മാറുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പൊ നമ്മൾ അത്ര രാമ മനസ്സ് ആയിട്ടുണ്ടോ? എത്ര പേരുടെ മനസ്സ് രാമ മനസ്സായിട്ടുണ്ടെന്ന് ഒന്ന് കൈപൊക്കും. എനിക്ക് എന്റെ കാഴ്ച കുറച്ച് പോയി തോന്നുന്നു. അപ്പൊ കുറെ പേര് ഇപ്പൊ രാമ മനസ്സാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. കുറെ ആയിട്ടുണ്ടാവും, എനിക്ക് ഞാൻ തർക്കിക്കുന്നില്ല. ഇപ്പൊ രാമ മനസ്സാക്കി മാറ്റണം. ഏത് മാറ്റണം? നമ്മുടെ മനസ്സ്. എന്ന് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെയും മനസ്സിനെയും നമ്മൾ രാമ മനസ്സാക്കി മാറ്റാൻ, ഒരു പ്രചോദനം കൊടുക്കുന്നവരാക്കി മാറ്റാൻ, അല്ലേ, ശക്തി പകരുന്നവരാക്കി കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം കുറെ കൂടി അർത്ഥവത്തായി. നമ്മൾ ജീവിച്ചു എന്നതിനൊരു കൃതാർത്ഥതയാണ്. നിങ്ങൾ നോക്കൂ, ആരെങ്കിലും നിങ്ങൾ ഓർക്കാതിരിക്കില്ല. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ മഹത്തായ കാര്യം, നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യം, അപ്പൊ അത് ഏറ്റവും വലിയ സർവശ്രേഷ്ഠമായ ഒരു മനസ്സുകളെ നിങ്ങൾ രൂപപ്പെടുത്താൻ സഹായിച്ചു എന്നുള്ളതാണ്, അല്ലേ? ഇവിടെയാണ് രാമായണത്തിന്റെ പ്രസക്തി. അതുകൊണ്ട് രാമായണം കേവലം ഒരു 10,000 വർഷം മുമ്പ് വാൽമീകി മഹർഷിയും പിന്നീട് എഴുത്തച്ഛൻ മലയാളത്തിൽ എഴുതിയ ആദി കാവ്യം, മലയാള ഭാഷയിൽ എഴുതിയ ആദി കാവ്യം എന്നൊരു കൃതിയിലും ഒതുങ്ങി നിൽക്കുന്നില്ല. എന്നാൽ അതിനൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു ശാപം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയെ വേണ്ട പോലെ സംരക്ഷിക്കാനോ അതിൻ്റെ മഹത്വം തലമുറകളിലേക്ക് പകരാനോ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ എന്തോ യാന്ത്രികമായിട്ട് രാമായണമൊക്കെ വായിക്കുന്നു എന്നല്ലാതെ രാമായണത്തിന്റെ മഹത്വം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്കിപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ചോദിക്കുന്നത്, ഗർഭിണിയായ ഒരു ഭാര്യയെ കാട്ടിലുപേക്ഷിച്ച രാമനാണോ ധർമ്മജ്ഞൻ? ഇല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഗർഭിണിയായ ഭാര്യയെ സംശയത്തോടെ കാട്ടിലുപേക്ഷിക്കുന്ന ഒരു ഭർത്താവിനെയാണോ നിങ്ങൾ ധർമ്മജ്ഞനെന്നും അതുപോലെ തന്നെ മര്യാദാ പുരുഷോത്തമൻ എന്നൊക്കെ വിളിക്കുന്നു? അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന യുവതലമുറയുണ്ട്. ഉണ്ടോ? പറയും, സീതയാണ് ശരി, രാമൻ തെറ്റാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പൊ ഇവിടെ തെറ്റും ശരിയും ആരുടെ പക്ഷത്ത് എന്നുള്ളതല്ല. അത് നമുക്ക് എളുപ്പം പറയാൻ സാധിക്കും. രാമൻ ചെയ്തത് തെറ്റ്, സീത ചെയ്തത് ശരി, ഇന്നാള് ചെയ്തത് തെറ്റ്, ഇന്നാള് ചെയ്തത് ശരി നമുക്ക് പറയാൻ പറ്റും. തെറ്റും ശരിയുമല്ല ഇവിടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും അതിനെ നേരിടലുമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഏത് തരത്തിലുള്ള പ്രശ്നത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കുവോളം നിങ്ങൾക്കൊരു കൃതാർത്ഥതയായി, നിങ്ങൾക്കൊരു സന്തോഷമായി. കാരണം എൻ്റെ ജീവിതം എനിക്ക് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. ഇതൊരു ഗുരുത്വമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ദൈവികതയാണ്. ഇതൊരു മഹത്വമാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമായണമൊക്കെ പഠിക്കാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ, ഒരു സാധാരണ ഒരു വ്യക്തിയെ നിങ്ങൾ ജീവിക്കുമ്പോൾ, അതാണ് ഈ ഭക്തിയില്ലാതെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എളുപ്പത്തിൽ. നേരത്തെ പറഞ്ഞില്ലേ, ഒരു നീറ്റ് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നോ എന്ന് പറയുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുന്നത് എന്തുകൊണ്ടാണ്? അവരെ രക്ഷിതാക്കൾ അങ്ങനെ അതുപോലെ വളർത്തിയിരിക്കും. പഠിക്കുക പഠിക്കുക, നീറ്റ് പാസ്സായ നീ ഡോക്ടറായി, ഇതുപോലെ മോഹങ്ങൾ വെച്ച് കുട്ടികളുടെ തലയിൽ ഉറപ്പിച്ചു വെച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് പോലും ഉണ്ടോ എന്ന് പോലും അറിയാത്ത നോക്കൂ നിങ്ങൾ, ആ അച്ഛനമ്മമാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? തൂങ്ങി മരിച്ച മക്കളുടെ മുറിയിൽ പോവാൻ അവർക്ക് പറ്റൂ? ഇതുപോലെ ആവരുത് ജീവിതം. തളരുകയും ചെയ്യരുത്. തളരാൻ സാധ്യതയുള്ളവരെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണെന്ന് എപ്പോഴും ബോധം വേണം. കേവലം പണം കൊടുത്തതുകൊണ്ടോ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടോ മാത്രം ഒരാളുടെ ജീവിതവും പൂർണ്ണമാകുന്നില്ല. ഇന്നിപ്പോ നമ്മുടെ ഹിന്ദു സമാജത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിവാഹ ജീവിതം. ഒന്നും നടക്കുന്നില്ല, നടക്കുന്നത് നിലനിൽക്കുന്നുമില്ല. അതിന് പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഹൃദയബന്ധം ഇന്ന് ഇല്ല, ഒരടുപ്പമില്ല. രണ്ടുപേരും ശരീരതലത്തിൽ ഭാര്യാഭർത്താവായി എന്നല്ലാതെ ഹൃദയബന്ധങ്ങളില്ല. അതുകൊണ്ട് ഹൃദയബന്ധങ്ങളില്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കഴിഞ്ഞാൽ കുറ്റം പറയുകയും കുറവ് പറയുകയും വിഷമങ്ങൾ പറയുകയും ചെയ്യുന്നവരെയാണ്.
ഇവിടെയാണ് നമുക്ക് രാമായണത്തിലൂടെ പഠിക്കേണ്ടത്. രാമൻ സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആളുകൾ ഒരു ചോദ്യം ചോദിക്കുക സ്വയം. രാമൻ ഉപേക്ഷിച്ച സീത തൻ്റെ മക്കളായ ലവകുശന്മാരെ രാമായണ കാവ്യം പഠിപ്പിക്കുകയാണ് വാത്മീകി മഹർഷിയെ കൊണ്ട്. അത് കേട്ടിട്ടുണ്ടോ നിങ്ങളായിരിക്കും? ഈ ലവകുശന്മാര് തിരിച്ച് അയോധ്യയില് രാമന്റെ അടുത്തെത്തുന്നത് അവിടെ ചെന്ന് അശ്വമേധ യാഗസ്ഥലത്ത് എന്ന് രാമായണം പാടുകയാണ്. അപ്പൊ തങ്ങൾ കാണാത്ത അച്ഛൻ, തങ്ങളെ കാണാൻ വരാത്തൊരച്ഛന്റെ ചരിത്രം ആ കുട്ടികൾ പാടണമെങ്കിൽ സീതാദേവിക്ക് രാമനോട് എത്രമാത്രം ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. അപ്പോ സീതാദേവി അങ്ങനെ തന്നെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെ എന്തിനു സ്നേഹിക്കണം, എന്ന് ചിന്തിച്ചില്ല, മനസ്സിലായില്ല. അതിന് പകരം രാമൻ എന്തുകൊണ്ടാണ് തന്നെ മാറ്റി നിർത്തിയത്, തൻ്റെ കർത്തവ്യം എന്താണ്, തൻ്റെ ഉത്തരവാദിത്വം എന്താണ്, തനിക്കിനി എന്താണ് ചെയ്യാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. തളരുകയും ചെയ്യരുത്, ആരെയും തളർത്തണ്ട. തളർത്താൻ നമുക്ക് കഴിയിക്കാം, പക്ഷെ തളർത്തുകയില്ല. ഏത് വ്യക്തിയുടെ മനസ്സിലേക്കും ഒരു ശക്തി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അറ്റ്ലീസ്റ്റ് നാളെ അവർക്ക് മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ ആ കരുത്ത് കിട്ടിയത് നിങ്ങളിലൂടെയാണ്. ഇതിൽ പരം വലിയൊരു സമ്പത്ത് നമുക്ക് ആർക്കും ഇവിടെ കൊടുക്കാൻ ഇല്ല. കൊടുത്ത പണം ആരും ഓർക്കില്ല, കൊടുത്ത സൗകര്യങ്ങൾ ആരും ഓർക്കില്ല. പക്ഷെ കിട്ടിയിരിക്കുന്ന സമ്പത്തിനെ, ഈ ആത്മശക്തി, ആത്മബലത്തെ മറ്റുള്ളവര് ഓർക്കും. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഭക്തിപ്രസ്ഥാനങ്ങൾ മുഴുവൻ. സീതാദേവി രാമനെ ഓർക്കുന്നതും, പാഞ്ചാലി കൃഷ്ണനെ ഓർക്കുന്നതും, അതുപോലെ മീരാഭായി കൃഷ്ണനെ ഓർക്കുന്നതും, പൂന്താനം കൃഷ്ണനെ ഓർക്കുന്നതും, ഭട്ടതിരിപ്പാട് ഭഗവാനെ ഓർക്കുന്നതും ഒക്കെ അവര് നേരിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർക്കതിനെ മറികടക്കാനുള്ളൊരു ധൈര്യവും ശക്തിയും ഊർജവും പ്രചോദനവും പ്രോത്സാഹനവും കിട്ടിയത് കൊണ്ടാണ്. ആണോ? അവര് വെറുതെ ഭജന പാടി പോവല്ല ചെയ്തു. അവരെ മനസ്സിനുണ്ടായൊരു പരിവർത്തനം. അതുകൊണ്ട് നമുക്കും രാമായണത്തിലൂടെ യാത്ര ചെയ്യാം. രാമ അയനം ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ മനസ്സിലാക്കുക. രാമ മനസ്സ് കൊണ്ടുള്ള ഒരു യാത്ര, രാമ മനസ്സ് നേടിക്കൊണ്ടുള്ളൊരു യാത്ര, അതാണ് രാമ അയനം. അതിനൊരിക്കലും കാലം ബാധകമല്ല, അതിനൊരിക്കലും സമയം ബാധകമല്ല. ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സ് എന്തായി മാറണം? രാമ അയനമായി മാറണം. രാമ അയനം എന്ന് പറഞ്ഞാൽ രാമശക്തി നിറഞ്ഞ മനസ്സുകൊണ്ടുള്ള യാത്ര. രാമശക്തി നിറഞ്ഞ മനസ്സുകൊണ്ടുള്ളൊരു യാത്രയാണ് ഏത്? രാമായണം. അപ്പൊ നിങ്ങൾ രാമായണം കേൾക്കാൻ വന്നതല്ല, നിങ്ങൾ കേൾക്കാൻ വന്നവരല്ല, മറിച്ച് രാമ അയന മനസ്സാക്കി മാറ്റാൻ വന്നവരാണ്. അപ്പൊ ഞാനും നിങ്ങളും ഒരു 7 ദിവസം കൊണ്ട് നമ്മുടെ മനസ്സിനെ എന്താക്കി മാറ്റണം? രാമ അയന മനസ്സാക്കി മാറ്റണം. ഇതിനാണ് ഞാൻ രാമായണ സപ്താഹം കേൾക്കുന്നതെന്നൊരു ബോധം നമ്മളിലുണ്ടെങ്കിൽ എളുപ്പമായി കാര്യം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ രാമ മനസ്സ് നേടിയെടുക്കുക. മനസ്സിലായില്ലേ? അത് അത്ര എളുപ്പമല്ല. പറയാൻ വളരെ എളുപ്പവും നേടിയെടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുമാണ്. പക്ഷെ ഒരു 7 ദിവസം കൊണ്ട് നമുക്കൊരു മാർഗം തെളിഞ്ഞു കിട്ടും. ഈ വഴിക്ക് കൂടെ പോയാൽ ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് 2 കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന്, എന്താണ് നേടിയെടുക്കേണ്ടതെന്നതിനെ കുറിച്ചൊരു വ്യക്തത. 2, അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നൊരു ബോധം. ഇല്ലേ? ഇതിനെ പറയാ ലക്ഷ്യവും മാർഗവും എന്ന് പറയും. എന്താ പറയാ? ലക്ഷ്യവും മാർഗം. എനിക്കിതാണ് നേടിയെടുക്കേണ്ടത്. ദിസ് ഈസ് മൈ വിഷൻ ആൻഡ് ദിസ് ഈസ് മൈ മിഷൻ. ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് ഞാൻ നേടിയെടുക്കേണ്ടത്. അല്ലേ? ഈ 2 കാര്യങ്ങൾ നമുക്ക് ബോധം ഉണ്ടാവും. ഇപ്പൊ നമ്മളുണ്ടല്ലോ, നമുക്ക് ആ ലക്ഷ്യവും വ്യക്തമല്ല, ഉറപ്പില്ല, മാർഗവും വ്യക്തമല്ല. മാർഗം വ്യക്തമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളും പോവാത്ത അമ്പലങ്ങളില്ല, നമ്മൾ തൊഴാത്ത ദൈവങ്ങളില്ല, നമ്മൾ കാണാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല. ഒരുവിധം നിങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലും പോയില്ല. നിങ്ങൾ വായിക്കാത്ത കിതാബ് അല്ല, പുസ്തകം ഉണ്ടാവില്ല. ഒരുവിധം പുസ്തകമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത പ്രഭാഷണങ്ങളും ഉണ്ടാകും, ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ലൊരു ശതമാനം പലരുടെയും സപ്താഹങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരായി. ഇല്ലേ? ശരിയല്ലേ?
ആണോ അല്ലേ? ധാരാളം നമ്മൾ കേട്ടു. പക്ഷെ ഇതൊക്കെ നമ്മൾ കേട്ടാൽ എത്ര അമ്പലത്തിൽ പോയാൽ നമ്മൾ ആരെങ്കിലും ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ അമ്പലത്തിൽ പോയിട്ട് എന്താണ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടിയത്, നേടാൻ പറ്റിയെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അതിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നവരെത്രണ്ടാവും? നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോയത്, ആ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ എന്താണ് നേടിയത് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? ഇതുപോലെ നിങ്ങൾ അന്തം വിട്ടും കുന്തം വിഴുകിയ പോലെ ഇരിക്കുവോ? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ ഞാൻ ഗുരുവായൂർ പോയി, അവിടെ ഒരു 3 ദിവസം ഭജനത്തിന്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ, ഇവിടെ ഞാൻ എന്താണ് ഞാൻ നേടിയത്? ഞാൻ ഇവിടെ വന്നിട്ട് എന്താ നേടിയത്? ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മനസ്സമാധാനം. ഈ മനസ്സമാധാനം എന്നുള്ള വാക്കുണ്ടല്ലോ, വലിയ അപകടം പിടിച്ചൊരു വാക്കാ. കാരണം എന്താന്ന് വെച്ചാല് ഈ മനസ്സമാധാനം എന്ന് പറഞ്ഞാല് നമുക്ക് ഉപദ്രവമില്ലാത്ത സ്ഥലത്ത് പോയി കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് മനസ്സമാധാനം. വീട്ടിലാവുമ്പം നിങ്ങൾക്ക് പലതും കാണേണ്ടി വരും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ഇപ്പം എന്താ പറയാ, നമ്മള് അങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിലും ഇപ്പൊ ഈ മൊബൈൽ കിട്ടിയോട്ട് അതും ശല്യാണ്. കാരണം ഒന്ന് സ്വൈരായിട്ട് ഇരിക്കുമ്പോഴാവും വല്ലവരും വിളിച്ചു പറയാ. അതൊക്കെ നമ്മൾ കേൾക്കണം അല്ലേ? ഇനിയിപ്പോ വീട്ടിലെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉള്ള വീടാണെങ്കിൽ മനസമാധാനം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം അവിടെ റിമോട്ടിനടി, ഇവിടെ മൊബൈലിനടി, അവിടെ ആ ബഹളം, ഇവിടെ ഈ ബഹളം, അതിൻ്റെ ഇടയായിരിക്കും ഒരുത്തൻ ഇന്നത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുക. അപ്പൊ ഇതെല്ലാം കൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നൊരു മനസമാധാനം. കാരണം ആരും ഉപദ്രവിക്കുകയല്ലേ, നിങ്ങളെ ശല്യപ്പെടുത്താനില്ല. അങ്ങനെയാണ് പലരും മനസമാധാനം അന്വേഷിച്ചു പോകുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, ഈ മനസമാധാനം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. കാരണം ഈ അമ്പലത്തിൽ കിട്ടുന്നതാണ് മനസമാധാനം എന്ന് പറഞ്ഞാൽ ഈ ബീവറേജിൽ പോകുന്നവൻ എന്താ പറയാ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. ഇപ്പൊ ഭാര്യ പറയാണ് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്, ആ മനുഷ്യൻ എന്താ പറയാ? ഈ തൃശ്ശൂര് അങ്ങനെ ഒരു സംഭവമുണ്ട്. തൃശ്ശൂരില് ഒരു ബാറിന്റെ പേര് ശ്രീകാവിൽ എന്നാണ്. ആരോ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ഉണ്ടോ തന്നെ എനിക്ക് അറിയില്ലേ, ഞാനത് കേട്ടത് നിങ്ങളോട് പറയാം. ഇപ്പൊ ഭാര്യ പറയാണ് എനിക്ക് ശ്രീകോവിലിൽ പോകുമ്പം സമാധാനമുണ്ട്. ഭർത്താവ് എന്താ പറയാ? എനിക്ക് ശ്രീകോവിലിൽ പോകും സമാധാനം. അല്ല, അതും ഒരു സമാധാനല്ലേ? ആണോ? അതാണ് നമ്മൾ തെറ്റ് മനസ്സിലാക്കി. ഈ സമാധാനം എന്നൊരു വാക്ക് അല്ല നമുക്ക് വേണ്ടത്. അത് നമ്മൾ തെറ്റ് പറഞ്ഞ് ശീലിച്ചു പോയതാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുന്നില്ല. ഇപ്പൊ ഇവിടെയാണ് 7 ദിവസം നിങ്ങൾ രാമായണം കേൾക്കണം. എന്താണ് നമുക്ക് വേണ്ടത്, അതെങ്ങനെ നേടിയെടുക്കണം, ഇത് 7 ദിവസം കൊണ്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് നേടാനും പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു നിധിയായി മാറും. ഒന്നുകിൽ വിധിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിധിയിൽ ജീവിക്കാം. ഒരു നിധി കൊണ്ട് നടക്കണോ അതോ വിധിയിൽ ജീവിക്കണം? മനസമാധാനമുള്ളവർക്ക് വിധിയുണ്ട്. പക്ഷെ 7 ദിവസം രാമായണം കേട്ട് ജീവിക്കുന്നവർക്ക് വിധിയല്ല, നിധിയാണ്. ഏത് വേണം നിങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ നമുക്കിവിടെ 7 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. രാവിലെ എത്ര മണിക്കാണ് നമുക്ക് ആരംഭിക്കുന്നത്? ഒരു 6:30 മണിക്ക് നമുക്ക് ആരംഭിക്കാം. വിഷ്ണു സഹസ്രനാമത്തോടെ ആരംഭിക്കാം. എന്നിട്ട് പാരായണവും ഭാഗവതം പോലെ തന്നെ പാരായണവും അതുപോലെ തന്നെ പ്രഭാഷണവുമായിട്ട് ശശിജി അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും പാരായണം ചെയ്യുന്നൊരു ഭാഗം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ശശിജി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരു ദിവസം എന്തൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്യുക, എങ്ങനെയാണ് 7 ദിവസം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? കാരണം നിങ്ങൾക്കത് പുതിയതാണ്. രാമായണം മീൻസ് ഇങ്ങനെയുള്ള സപ്താഹം ഒരുപക്ഷെ രാമായണ സപ്താഹത്തിൽ ഇതിനു മുമ്പ് പങ്കെടുത്തവരുണ്ടോ? പങ്കെടുത്തവര് കുറവാണ്, വിരളാണ്. നിങ്ങൾ ഇവിടെ വാത്മീകി രാമായണം അല്ല നമ്മൾ വായിക്കുന്നത്. വാത്മീകി രാമായണം നമുക്ക് 7 ദിവസം കൊണ്ട് ഒരിക്കലും വായിക്കാനും പറ്റില്ല. അത് നവാഹം പോലെ വായിക്കാം. കാരണം അത്രയും 24,000 ശ്ലോകങ്ങളാണ്. അത് എളുപ്പമല്ല 7 ദിവസം കൊണ്ട് വായിച്ചത്. നമ്മളിവിടെ തുഞ്ചത്താചാര്യന്റെ രാമായണമാണ് വായിക്കുന്നത്. അത് വളരെ ലളിതവുമാണ്.
എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ്. അപ്പൊ അതിൻ്റെ ഒരു ചിട്ടകൾ ഇങ്ങനെയാണ്. കാലത്ത് നമ്മൾ ഒരു 6:30 മണിക്ക് ആരംഭിച്ച് പിന്നീട് നമ്മൾ ഓരോ ദിവസം, എനിക്ക് തോന്നുന്നു നോട്ടീസിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നോട്ടീസ് കറക്റ്റ് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. എന്നാൽ ഞാനൊന്ന് പറഞ്ഞേക്കാം. നമുക്ക് 6:30 വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഉമാമഹേശ്വര സംവാദം, പുത്രകാമേഷ്ടി, ശ്രീരാമാവതാരം, സീതാ സ്വയംവരം, ശ്രീരാമാഭിഷേക, വിഘ്നം. നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഭഗവാന്റെ അവതാരവും ഭഗവാന്റെ കല്യാണവും ആദ്യത്തെ ദിവസം തന്നെ വരുന്നതാണ്. അതിനുശേഷം നാളെ അല്ലെ, നാളെ നമുക്ക് രാമാവതാരവും വരും, നാളെ നമുക്ക് സീതാ സ്വയംവരം, രാമസീതാ കല്യാണം നാളെ നമ്മളിവിടെ ആഘോഷിക്കും. അപ്പൊ നാളെ രാമാവതാരവും രാമസീത വിവാഹവും നമ്മളിവിടെ ആഘോഷിക്കും. സീതാ സ്വയംവരം ആഘോഷിക്കും. അത് കഴിഞ്ഞിട്ട് ശ്രീരാമസ്വാമി പട്ടാഭിഷേകത്തിന് തയ്യാറാകുന്ന സമയത്ത് വിഘ്നം സംഭവിക്കുന്ന അതുവരെ നമ്മൾ നാളെ പാരായണം ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അഗസ്ത്യ സന്ദർശനം വരെ പാരായണം ചെയ്യും. പിന്നീട് രാമൻ കാട്ടിലേക്ക് പോകേണ്ട ഘട്ടവും കാട്ടിലൂടെ പോയി പലരെയും കണ്ട് അവസാനം അഗസ്ത്യ മഹർഷിയെ സന്ദർശിക്കുന്ന ആ ഒരു ഭാഗം വരെ രണ്ടാമത്തെ ദിവസം വായിക്കും. അതായത് വനയാത്രയാണ്. രണ്ടാമത്തെ ദിവസം മുഴുവൻ ആരണ്യകാണ്ഡത്തിലൂടെയുള്ള യാത്രയാണ്. മൂന്നാമത്തെ ദിവസം സുഗ്രീവ സഖ്യം. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആരണ്യകാണ്ഡത്തിലൂടെ കടന്ന് പിന്നീട് നമ്മൾ കിഷ്കിന്ധയിലേക്ക് കിടക്കുകയാണ്. അവിടെ സുഗ്രീവ ദർശനം വരെ, അതായത് ഹനുമാൻ സ്വാമി സുഗ്രീവന്റെ അടുത്തേക്ക് എത്തിക്കുന്ന, രാമനും സുഗ്രീവനും തമ്മിൽ കരാറുണ്ടാക്കുന്ന ആ ഒരു ഘട്ടം അതുവരെ പാരായണം ചെയ്യും. അതായത് നമ്മൾ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് മൂന്നാം ദിവസം കടക്കും. നാലാം ദിവസം നമുക്ക് വൈകിട്ട് ഏതാണ്ട് ഇതേ സമയത്ത് നമുക്ക് സീതാദേവിയെ ഹനുമാൻ സ്വാമി കാണുന്നതായ രംഗം, സുന്ദരകാന്ഡം അവിടെ ആരംഭിക്കും. അപ്പം അടുത്ത ദിവസം നമ്മൾ വീണ്ടും കിഷ്കിന്ധാകാണ്ഡത്തിലൂടെ പോയി ബാലിവധമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഹനുമാന്റെ യാത്ര ആരംഭിക്കുന്ന സുന്ദരകാന്ഡം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് സുന്ദരകാന്ഡത്തിൽ അവസാനം സീതയെ കണ്ടു എന്ന് രാമനോട് പറയുന്ന അതുവരെ നമ്മൾ വായിക്കും. അപ്പം മൂന്നാമത്തെ ദിവസമാണ് ഈ സുന്ദരകാന്ഡം വായിക്കുക. നാലാമത്തെ ദിവസം. അപ്പൊ എല്ലാവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ സുന്ദരകാന്ഡം വായിക്കാം, കൂടെ വായിക്കാം. നാലാമത്തെ ദിവസം. അഞ്ചാം ദിവസം സേതുബന്ധനം വരെ. സേതുബന്ധനം അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ യുദ്ധകാന്ഡത്തിലേക്ക് കടന്നു. പിന്നെ സേതുബന്ധനം വരെയുള്ള ഭാഗം വായിക്കും. ആറാമത്തെ ദിവസം യുദ്ധം, അങ്ങനെ രാവണ വധം വരെ വായിക്കും. പിന്നെ ഏഴാമത്തെ ദിവസം പട്ടാഭിഷേകം വരെ വായിച്ച് നമ്മൾ രാമായണത്തെ പൂർണ്ണമായി വായിച്ച് നമുക്ക് ശ്രീരാമ സഹസ്ര നാമം ചൊല്ലിക്കൊണ്ട് നമ്മളിവിടെ പൂർണ്ണമാക്കും. രാമപാദുകം ഇവിടെ നമ്മൾ അഭിഷേകവും പൂജയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ സപ്താഹയജ്ഞം ഇവിടെ പൂർണ്ണമാക്കും. ഇങ്ങനെയാണ് രാമായണ സപ്താഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗവത സപ്താഹം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. ഭാഗവതം പോലെ അല്ലല്ലോ രാമായണം. അപ്പൊ രാമായണ സപ്താഹത്തിന്റെ ആ ഒരു ഷെഡ്യൂൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടീസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നോട്ടീസ് ഇല്ലാത്തവർ ഇവിടുന്ന് നോട്ടീസ് വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏത് ഭാഗമാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചോദിക്കേണ്ട കാര്യമോ ഇന്നിപ്പോ ഏത് ഭാഗം ഇത്രയുള്ള എന്താണ് ചോദിക്കേണ്ട. ഇതാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന. ഇത് മഹാന്മാര് പഴയ കാലം തന്നെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് രാമായണത്തിലൂടെ നമ്മുടെ യാത്ര ആരംഭിക്കാം. അപ്പൊ നമുക്ക് ആ ശ്ലോകങ്ങൾ, ആദ്യത്തെ ധ്യാന ശ്ലോകം വായിച്ചുകൊണ്ട് നമുക്ക് നിർത്തുകയാണ്. കാരണം ഇന്ന് 7:30 മണിക്ക് ഇവിടെ കൂത്ത്, രാമായണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാവക്കൂത്ത് ഇവിടെ 7:30 മണിക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ധ്യാന ശ്ലോകം, അതിൻ്റെ ഒരു ആരംഭം വായിച്ചുകൊണ്ട് നിർത്തുകയാണ്. കൂടെ നിങ്ങൾക്കൊക്കെ വായിക്കാം, എല്ലാവർക്കും വായിക്കാം. രാമായണത്തിന്റെ ആദ്യത്തെ ആ ഒരു ധ്യാന ശ്ലോകം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തിഴും ആചാര്യപാദം. ബാലകാന്ഡം. ശ്രീ ഗണപതേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടോ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഒരു കീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് നടത്താം. കാരണം 7:30 മണിക്ക് ഇവിടെ വേദി തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. അവര് 7:30 മണിക്ക് ആരംഭിക്കേണ്ടതാണ് അവരുടെ പ്രോഗ്രാം. 7:30 മണിക്കാണോ പ്രോഗ്രാം? അപ്പൊ നമുക്ക് സമയം 7:30 വരെയാണ്. നമുക്ക് ഒരു ചെറിയൊരു കീർത്തനം ചൊല്ലിക്കൊണ്ട് നടത്താം. എല്ലാവരും നിവർന്നിരുന്ന് ചൊല്ലണം. രാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം രാമ രാമ രാം രാമ 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 രാം രാമ 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 രാം 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 രാമ 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 രാം രാമ 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 രാമ രാമ